നമ്മുടെ നാടിന്, ഇവിടുത്തെ മണ്ണിന് തനതായ ഒരു ഗന്ധമുണ്ട്. സ്നേഹം, ത്യാഗം, തപസ്, ആത്മീയത തുടങ്ങിയ മൂല്യങ്ങളുടെ സനാതനമായ സുഗന്ധം. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഗുരുജനങ്ങളോടുള്ള ആദരവ്, നല്ല അയൽബന്ധങ്ങൾ, പ്രകൃതിയോടുള്ള സ്നേഹം, ഇതൊക്കെ നമുക്ക് സമ്പത്താണ്. ഇവിടുത്തെ കലകൾ പോലും ഈശ്വര ആരാധനയാണ്. ഈ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വിനോദങ്ങളും വിജ്ഞാനങ്ങളും അതിലൂടെയൊക്കെ പടർന്ന് പന്തലിച്ച ഭാരതീയ സംസ്കാരം. നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ വസ്തുവിന് എത്ര ഗ്യാരണ്ടി ഉണ്ട് എന്ന് നോക്കും അല്ലേ? എന്നിട്ടാണ് വാങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഗ്യാരണ്ടി എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതാണ് ഗ്യാരണ്ടി. അതായത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തു, ജീവിതത്തെ എത്ര ദുരുപയോഗം ചെയ്തു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ തന്നെയാണ് ഗ്യാരണ്ടി. ജീവിത മൂല്യങ്ങളുടെ പ്രതിഫലനമാണ് ഒരു വ്യക്തിയുടെ സംസ്കാരമായി മാറുന്നത്. ആധ്യാത്മികത ഇല്ലാതെ ജീവിതത്തിൽ ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കില്ല. ഒരു കുരങ്ങൻ നഗരത്തിലുള്ള വലിയൊരു കടയിൽ കയറി. അവിടെ പുറത്ത് സാധനങ്ങളുടെ വില വിവര പട്ടിക വെച്ചിരിക്കുന്നു. അതെല്ലാം കുരങ്ങൻ മാറ്റി മറിച്ച് വെച്ചു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവർ ആശ്ചര്യപ്പെട്ടു. തുച്ഛമായ വിലയുള്ള സാധനങ്ങൾക്ക് താങ്ങാവുന്നതിലധികം വില, വിലയേറിയ സാധനങ്ങൾക്കോ തുച്ഛമായ വിലയും. നമ്മൾ ഈ കുരങ്ങിനെ പോലെയല്ലേ? നശ്വര വസ്തുക്കൾക്ക് വലിയ വില കൽപ്പിക്കുന്നു, തൻ്റെ അനശ്വരമായ ആത്മസ്വരൂപത്തിന് തീരെ വിലയും കൽപ്പിക്കുന്നില്ല. ജീവിത നിലവാരത്തെ ഉയർത്താനുള്ള മറ്റൊരു സന്ദേശമാണ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്, ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. സാമാന്യം അർത്ഥം ഇങ്ങനെയാണ്: നീ നിന്നെ ഉദ്ധരിക്കണം. മനസ്സാണ് നിന്നെ തളർത്തുന്നതും ഉയർത്തുന്നതും. അതിനാൽ നിന്റെ മനസ്സ് തന്നെയാണ് നിന്റെ മിത്രവും ശത്രുവുമായിരിക്കുന്നത്. മനസ്സിനെ ശരിയാക്കിയെടുക്കലാണ് പ്രധാനം. മനസ്സ് എങ്ങനെയോ അതുപോലെ ഇരിക്കും മനുഷ്യൻ. മനസ്സിനെ എയർ കണ്ടീഷൻ ചെയ്യുന്ന വിദ്യയാണ് ആധ്യാത്മികത. ജീവിത നിലവാരത്തെ ഉയർത്തുന്ന മറ്റൊരു കാര്യം വർത്തമാനത്തിൽ ജീവിക്കുക എന്നതാണ്. അമ്മയും ഇതുതന്നെയല്ലേ പറയുന്നത്? മക്കളെ, വർത്തമാനത്തിൽ ജീവിക്കുക. കഴിഞ്ഞത് ഒരു ചരിത്രമാണ്, വരാൻ പോകുന്നത് ഒരു നിഗൂഢതയാണ്. വർത്തമാനം ഒരു സമ്മാനമാണ്. അതുകൊണ്ട് അതിനെ പ്രസൻറ്റ് സമ്മാനം എന്ന് പറയുന്നു. ജീവിതത്തിൽ ഇന്ന് എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നത്തെ ദിവസം നന്നാക്കണമെങ്കിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്താലേ പറ്റൂ. നമ്മുടെ മനസ്സ് 2 കാലങ്ങളിലാണ് സാധാരണ സഞ്ചരിക്കുന്നത്. ഒന്ന്, എന്നിൽ നിന്നും എന്നേക്കുമായി വിട പറഞ്ഞ ഇന്നലകളിൽ. 2, വരാനിരിക്കുന്ന നാളുകളിൽ. നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കാനാവൂ അല്ലേ? ഇന്നലെ പോയി ജീവിക്കാനാവില്ല, നാളെയും ഇപ്പോൾ പോയി ജീവിക്കാനാവില്ല. എന്നാൽ ഇന്നത്തെ തയ്യാറെടുപ്പുകളാണ് നാളെയെ സുന്ദരമാക്കുന്നത്. നമ്മുടെ ഇന്നലകൾ പരാജയം നിറഞ്ഞതോ ദുഃഖം നിറഞ്ഞതോ സന്തോഷം നിറഞ്ഞതോ ആയിരിക്കാം. ഇന്നലകളുടെ ഭാരവും ഭാവിയുടെ ഉത്കണ്ഠയും നമുക്ക് ഭാരമായി തോന്നുന്നു. അമ്മ പറയുന്നത് ഇതാണ്: കഴിഞ്ഞത് ക്യാൻസൽഡ് ചെക്ക്. എത്രനാൾ ജീവിച്ചു എന്നതല്ല, നമ്മൾ എത്രനാൾ നന്നായി ജീവിച്ചു എന്നതാണ് മാനദണ്ഡം. ചില കുട്ടികൾ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും, കളിക്കാനും തമാശ പറയാനും ഒക്കെ. പക്ഷെ പരീക്ഷ വരുമ്പോൾ അവൻ ഒന്നാമൻ തന്നെ. എന്തുകൊണ്ടാണ് അവൻ ഒന്നാമനാകുന്നത്? അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. അവൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഓർത്തിരുന്നാൽ ഒന്നാമനാവാൻ പറ്റില്ല. അതായത് പഠിക്കാനിരിക്കുമ്പോൾ നന്നായി പഠിക്കുക, കളിക്കുമ്പോൾ നന്നായി കളിക്കുക, ഉറങ്ങുന്ന സമയത്ത് നന്നായി ഉറങ്ങുക. നമ്മളോ പഠിക്കേണ്ട സമയത്ത് കളിയും, കളിക്കുന്ന സമയത്ത് സ്വപ്നത്തിലും, ഉറങ്ങേണ്ട സമയത്ത് ഫോണിലും. ടോപ്പർ എപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അവന് ഒരു നേരം ഒരു കാര്യം മാത്രമായിരിക്കും. ഡു വൺ തിങ് അറ്റ് എ ടൈം. നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കാനുള്ള വിജയമന്ത്രമാണ് ത്യാഗം. ഭഗവത്ഗീതയിൽ നോക്കുക, ധൃതരാഷ്ട്രർ പറഞ്ഞു, പാണ്ഡവരും കൗരവരും തനിക്ക് ഒരുപോലെയാണെന്ന്. എന്നാൽ സമയം വന്നപ്പോൾ തൻ്റെ തനി സ്വഭാവം വ്യക്തമാക്കി.
തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും യുദ്ധഭൂമിയിൽ എന്തു ചെയ്തു എന്ന്. എൻ്റേത് നിൻ്റേത് എന്ന ചിന്തയാണ് എല്ലാ കലഹത്തിനും കാരണം. എന്നാൽ ഇതം ന മമ, ഇതൊന്നും എൻ്റേതല്ല എന്ന് ചിന്തിച്ചാലോ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരവുമായി. ഒരു പൂമ്പാറ്റ കൊക്കൂണിനുള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ ലോകം ചെറുതാണ്. ആ പ്യൂപ്പ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ അതിന് വിശാലമായ ലോകം കാണാൻ കഴിയുന്നു. അതുപോലെ നാം ഓരോരുത്തരും സ്വാർത്ഥത കൊണ്ട് സൃഷ്ടിച്ച ഇടുങ്ങിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ എന്ന മനോഭാവത്തിൽ നിന്ന് വിശാലമായ ഞാനിലേക്ക് പോയാലോ, അപ്പോൾ എല്ലാവരെയും തന്നെ പോലെ കണ്ട് സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്നു. പ്രത്യുപകാര ചിന്തയില്ലാതെ പരോപകാരാർത്ഥം ചെയ്യുന്നതെല്ലാം ത്യാഗമാണ്. അതാണ് ജീവിതത്തിൻ്റെ പൊരുൾ. അമ്മ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വെള്ളം നമ്മുടെ കൈക്കുമ്പിളിൽ പിടിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ കൈകളിലുണ്ട്. എന്നാൽ നമ്മുടെ കൈവിരൽ പിടിച്ച് നമ്മുടേതാക്കാൻ ശ്രമിച്ചാലോ അത് നഷ്ടമാകുന്നു. ഇതുപോലെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുമ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. സ്വന്തമാക്കാൻ ശ്രമിച്ചാലോ അത് നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ സുഖമായും സുരക്ഷിതമായും ഇരിക്കുന്നത് എത്രയോ പേരുടെ ത്യാഗപൂർണമായ കർമ്മങ്ങൾ കൊണ്ടാണ്. എല്ലാ മേഖലകളിലും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ എത്രയോ കൈകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഇത് കൂട്ടായ്മയുടെ യുഗമാണ്. ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി വലുതാണ്. നമ്മളിലെ ഒരുമ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള ബന്ധം പോലെയാവണം. രണ്ട് കണ്ണുകൾ ഒരുമിച്ച് ചിമ്മുന്നു, ചലിക്കുന്നു, കാണുന്നു, കരയുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു. രണ്ട് കണ്ണുകൾ രണ്ട് തന്നെയാണെങ്കിലും രണ്ടിൻ്റെയും ധർമ്മവും കർമ്മവും ഒന്ന് തന്നെയാണ്. രണ്ട് കണ്ണും വ്യത്യസ്ത ദിശയിലായാലോ അത് വൈരുപ്യമായിട്ട് മാറുന്നു. സംഗച്ഛത്വം, സമ്മതത്വം, സമ്മോ മനാംസി ജാനത. ഒരുമിച്ച് നടക്കൂ, പരസ്പരം ഇണങ്ങി സ്നേഹത്തോടെ സംസാരിക്കൂ, മനസ്സുകളെ അറിഞ്ഞു പെരുമാറൂ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ഒഴുക്ക് ഒരുമയിലാണ്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷഭിർ യജത്രാഹ. ഞങ്ങൾ ചെവി കൊണ്ട് നല്ലത് കേൾക്കട്ടെ, കണ്ണുകൾ കൊണ്ട് നല്ലത് കാണട്ടെ. ഇതായിരുന്നു നമ്മുടെ പ്രാർത്ഥന. കണ്ടതും കേട്ടതുമാണ് ജീവിതം. അതാണ് നമ്മുടെ സംസ്കാരമായി തീരുന്നത്. നമ്മുടെ മണ്ണും ഗുരുജനങ്ങളും പകർന്നു നിന്ന സംസ്കാരമാണ് നമ്മെ നാമാക്കിയത്. ആ ഹൃദയബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ പാരമ്പര്യത്തിലും മൂല്യത്തിലും ഉറച്ചു നിന്ന് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ.